സഞ്ജു സാംസണിന്റെ കരിയറിന് ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്കായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ പോയപ്പോൾ ഉണ്ടായി. കാരണം രാജസ്ഥാൻ റോയൽസിലെ ക്യാപ്റ്റനായി വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിരുന്ന സഞ്ജു സാംസൺ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് രാജസ്ഥാനിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയത്. അവിടെ മഹീബായ് ഉണ്ട്, മഹേന്ദ്ര സിംഗ് ധോണിയുടെ പകരക്കാരൻ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളോടെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു സാംസൺ കടന്നു വരുന്നത്. ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ശരിക്കും സഞ്ജു സാംസൺ മഹേന്ദ്ര സിംഗ് ധോണിയെ, സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയെ തന്നെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിന്റെ ചുമലിൽ ഒരു വലിയ ഭാരം തന്നെ, റെസ്പോൺസിബിലിറ്റിയുടെ വലിയ ഭാരം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ റെസ്പോൺസിബിലിറ്റി കീപ്പപ്പ് ചെയ്യാൻ സഞ്ജു സാംസണിന് പറ്റിയോ എന്നുള്ളതാണ് ചോദ്യം. 3-4 കളികളിലെ ഫോം ഒഴിച്ചാൽ സഞ്ജു ഇൻകൺസിസ്റ്റന്റ് ആയ ഒരു സീസണാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വേൾഡ് കപ്പിൽ തുടർച്ചയായ 3 കളികളിൽ 80-ലധികം റൺസ് എടുത്ത് കൺസിസ്റ്റന്റ് ആയ സഞ്ജുവിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ പ്രതീക്ഷിച്ചത് ഇതല്ല. സഞ്ജു പഴയ പോലെ തന്നെ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയ രീതിയിലാണ് ഇത്തവണയും പോയത്. അതുകൊണ്ട് തന്നെ 500 റൺസ് എന്നുള്ള നേട്ടം പോലും സഞ്ജുവിന് കൈവരിക്കാൻ സാധിച്ചില്ല. വെറും 23 റൺസിന്റെ കുറവിൽ 500 റൺസ് എന്നുള്ള നേട്ടം സഞ്ജുവിന് നഷ്ടമായി. അതിന് സുപ്രധാനമായ കാരണം അവസാന മത്സരമാണ്. GT ആയിട്ടുള്ള മത്സരത്തിൽ മുഹമ്മദ് സിറാജ് എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ ഗോൾഡൻ ഡക്കായി മാറുകയായിരുന്നു സഞ്ജു സാംസൺ. അതോടുകൂടി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ എല്ലാ പ്രതീക്ഷകളും, പ്ലേ ഓഫിൽ കയറാനുള്ള സകലമാന പ്രതീക്ഷകളും നഷ്ടമായി. പക്ഷെ മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, സഞ്ജു സാംസൺ ഒരു ബ്ലാക്ക് മാർക്കായി മാറാൻ പോകുന്ന ഒരു സീസൺ ആയേക്കാം ഇതെന്ന് പറയാൻ കാരണം, സഞ്ജു എവിടെ നിന്നാണോ വന്നത്, രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ സഞ്ജുവിന്റെ സാന്നിധ്യം ഇല്ലാതെ തന്നെ പ്ലേ ഓഫിൽ കയറിയിരിക്കുന്നു. ജഡേജയെ സഞ്ജുവിന് പകരം രാജസ്ഥാൻ റോയൽസിലേക്ക് ചെന്നൈ കൊടുത്തിരുന്നു. ആ ജഡേജ ഒരു വിജയശില്പിയായി മാറുന്ന കാഴ്ച കൂടി കാണേണ്ടി വരുന്നു. ഇതെല്ലാം ചെന്നൈ ആരാധകരിലടക്കം വളരെ അമർഷം സൃഷ്ടിക്കുന്നതാണ്. ഞങ്ങൾക്ക് സഞ്ജുവും വേണ്ട, ആരും വേണ്ട, ആ ജഡേജയും കൂടി തന്നാൽ മതി എന്ന് വരെ ഇവർ പറയുന്നുണ്ട്. നമുക്ക് എന്തു പറയാൻ പറ്റും? അവർ പറയുന്നതിലും കാര്യമില്ലേ? മഹേന്ദ്ര സിംഗ് ധോണിക്ക് പകരക്കാരനായിട്ടാണ് സഞ്ജു സാംസൺ വന്നത്, ഒരിക്കലും ജഡേജയ്ക്ക് പകരക്കാരനായിട്ടല്ല. എന്നിരുന്നാൽ കൂടിയും സഞ്ജുവിൻ്റെതായിരുന്ന രാജസ്ഥാൻ റോയൽസിൽ ചെന്ന് ജഡേജ കലക്കുമ്പോൾ ഇവിടെ സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിൽ വന്നിട്ട് എന്താണ് കാണിക്കുന്നത് എന്നാണ് ആരാധകരടക്കം ചോദിക്കുന്നത്. സഞ്ജു സാംസണിന്റെ ഈ ഇൻകൺസിസ്റ്റൻസി കാരണം സഞ്ജുവിന് ODI അവസരം പോലും നഷ്ടപ്പെട്ടു. കാരണം സഞ്ജുവിന്റെ IPL പെർഫോമൻസുകൾ അതിലൊരു വലിയ ഘടകമായിട്ടുണ്ട്. വേൾഡ് കപ്പ് ജയിപ്പിച്ചു എന്ന് പറഞ്ഞ് ടെസ്റ്റിലും ഏകദിനത്തിലും ഒക്കെ സഞ്ജുവിനെ എടുക്കണമെങ്കിൽ IPL-ലും അതുപോലെ തന്നെ ഒരു പെർഫോമൻസ് സഞ്ജു കാഴ്ചവെക്കണമായിരുന്നു. പക്ഷെ തുടരെ സഞ്ജു 20 റൺസ്, അതിൽ താഴെ റൺസിലേക്ക് ഔട്ടാവുന്നത് കണ്ടപ്പോൾ ODI സ്ക്വാഡിലും സഞ്ജുവിനെ പരിഗണിച്ചില്ല. ഇനി വരുന്ന T20 സ്ക്വാഡിൽ സഞ്ജു എന്തായാലും ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെയും സഞ്ജുവിന് പരിഗണന കിട്ടിയില്ലെങ്കിൽ അതൊരു വലിയ വിവാദമാവും. പക്ഷെ ആ വിവാദത്തിന് കുറച്ചെങ്കിലും സഞ്ജുവും ഉത്തരവാദിയാണ്. അതായത് ഔട്ട്സൈഡ് സ്റ്റെമ്പില്, ഓഫ് സൈഡിൽ സഞ്ജുവിന് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു പേസും സ്വിങ്ങും ഉണ്ടെങ്കിൽ സഞ്ജു ഉറപ്പായിട്ടും അത് ബാറ്റിൽ നിക്ക് ചെയ്ത് കീപ്പറിലോ അല്ലെങ്കിൽ സ്ലിപ്പിലോ ക്യാച്ച് കൊടുക്കും എന്നൊരു ധാരണ ബോളേഴ്സിന് വന്നിട്ടുണ്ട്. സഞ്ജുവിന്റെ ഒരു വീക്ക് പോയിന്റ് ആണത്. അപ്പോൾ അങ്ങനെ ഒരു പന്തെറിയുക എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് മറ്റു ബോളേഴ്സ് സഞ്ജുവിനെ കൊടുക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു കാര്യം കണ്ടിട്ടെങ്കിലും സഞ്ജു നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് തന്റെ വീക്ക് പോയിന്റ് കുറച്ചും കൂടി ബെറ്റർ ആക്കേണ്ട, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അതല്ലെങ്കിൽ അടുത്ത സീസണുകളിലും ഇത് വലിയ തലവേദനയാവും. ഇങ്ങനെ എറിഞ്ഞാൽ സഞ്ജു ഔട്ടാവും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും മോശം ടീമായിട്ട് മാത്രമാണ് സഞ്ജു പ്ലേ ചെയ്തിട്ടുള്ളത്. ടൂർണമെന്റിൽ ടോപ്പ് 4 എന്ന് പറയാനുള്ള ടീമായിട്ട്, ഇപ്പോൾ ടോപ്പ് 4 ഉള്ള ഒരു ടീമായിട്ട് സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല ഇത്തവണ. അതാണ് സഞ്ജുവിന് ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്ക് കൂടി ആയിരിക്കുന്നത്. സഞ്ജുവിന്റെ അഭാവത്തിൽ രാജസ്ഥാൻ റോയൽസ് കപ്പടിക്കുന്നു, സഞ്ജു രാജസ്ഥാനെ വിട്ട് ചെന്നൈ വരുമ്പോൾ ചെന്നൈ പുറത്താകുന്നു. ഇതെന്തൊരു സാഹചര്യമാണ് എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ സഞ്ജു സാംസണിന് ശരിക്കും മുഖം രക്ഷിക്കാനുള്ള ഒരു സീസണാണ് ഇനി വരാൻ പോകുന്നത്. ചിലപ്പോൾ സഞ്ജു ക്യാപ്റ്റൻ വരെ ആയേക്കാം. ഋതുരാജ് ഗെയ്ക്വാദിന്റെ കയ്യിൽ നിന്ന് ക്യാപ്റ്റൻസി സഞ്ജുവിന് കിട്ടിയേക്കാം. അപ്പോഴും ഈ സീസണിലെ പരാധീനത സഞ്ജു അടുത്ത സീസണിൽ നികത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് സഞ്ജുവിനെ സ്നേഹിക്കുന്ന ആളുകൾ. സഞ്ജുവിന് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം ക്രിക്കറ്റാണ്, പണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സഞ്ജു സാംസണിന്റെ കൺസിസ്റ്റൻസി എപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. ആ കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ് സഞ്ജുവിനെ ടെസ്റ്റിലും ഏകദിനത്തിലും ഒക്കെ തഴയുന്നത്. അല്ലാതെ കൺസിസ്റ്റന്റ് ആയ ഒരു പ്ലെയർ എങ്ങനെ, അതും സഞ്ജു സാംസണിനെ പോലെ അത്രത്തോളം സ്റ്റാർഡം, ഫാൻ ബേസ് ഒക്കെ ഉള്ള ഒരു താരത്തെ, ക്രിക്കറ്റേഴ്സിന്റെ ഇടയിൽ പോലും സഞ്ജുവിന് സപ്പോർട്ടേഴ്സ് ഉണ്ട്. രവിശാസ്ത്രി അടക്കം, ഗൗതം ഗംഭീർ അടക്കം, അങ്ങനെ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉള്ള സഞ്ജു സാംസണെ തടയാൻ സഞ്ജു സാംസണിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ് സഞ്ജുവിന്റെ പ്രശ്നം. ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ ശുഭ്മൻ ഗില്ല്, ക്ലാസൻ ഇവരൊക്കെ കളിക്കുന്ന പോലെ ഒരു കൺസിസ്റ്റൻസി, സായ് സുദർശൻ, ഇവരുടെയൊക്കെ കൺസിസ്റ്റൻസിയാണ് ഇവരെ ടീമിൽ എടുക്കുന്നത്.
കാരണം എന്തൊക്കെ പറഞ്ഞാലും ഗില്ലിന്റെ ഒക്കെ കൺസിസ്റ്റൻസി സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. ശ്രേയസ് അയ്യർ ഇവരുടെയൊക്കെ കൺസിസ്റ്റൻസി, അതുപോലെ സഞ്ജു സാംസൺ നിർണായക സമയത്ത് ടീമിന് ഉപകാരപ്രദമായ രീതിയിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. എന്നിരുന്നാൽ കൂടി വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം സഞ്ജുവിന് ഈ IPL ഒരു മികച്ച പ്രകടനം, ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നിരുന്നാലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടോപ്പ് സ്കോററാണ് സഞ്ജു സാംസൺ. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ആരാണ് ഇപ്പോൾ, അവരുടെ ടീം മെമ്പേഴ്സ് എത്രത്തിലുള്ള ആളുകളാണ്, എത്രത്തോളം കാലിബർ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സീസൺ കൂടിയായിരുന്നു ഈ സീസൺ. ഈ സീസണിൽ കിട്ടിയ ലെസൺസ് വെച്ചിട്ട് അടുത്ത സീസണിൽ ഒരു മികച്ച ടീം ലൈനപ്പുമായി ഇപ്പോൾ ഉള്ളവർ തന്നെ നല്ല നല്ല പ്ലേയേഴ്സാണ് എല്ലാവരും. പക്ഷെ അവരെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പലതരത്തിൽ പല സാഹചര്യത്തിൽ പലരെയും പരീക്ഷിച്ചു, എല്ലാവർക്കും എല്ലാവരുടെ ടാലന്റ് മനസ്സിലായി. ഇതെല്ലാം മനസ്സിലാക്കിയത് വെച്ചിട്ട് അടുത്ത തവണ ഒരു മികച്ച ടീമുമായി ഒരു ഇന്റർനാഷണൽ ബോളറെ എങ്കിലും ഇനി ഒന്ന് വിളിച്ചെടുക്കണം എന്നുണ്ട്. ജാമി ഓർട്ടൺ തിരിച്ചു വന്നാൽ നല്ലത്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഒരു ഇന്റർനാഷണൽ പേസർ നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ കുറവ്, ഇതെല്ലാം CSKക്ക് ഒരു ഭയങ്കര ലിമിറ്റേഷനായി മാറുന്നുണ്ട്. എന്നിരുന്നാലും നല്ലൊരു സീസൺ അടുത്ത സീസണിൽ കാഴ്ചവെക്കും. ആ പഴയ ചെന്നൈ സൂപ്പർ കിങ്സ്, ദ കംബാക്ക് സൂപ്പർ കിങ്സ് തിരിച്ചു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കും സ്പോർട്സ് പിച്ചിന്റെ പ്രേക്ഷകരെ രേഖപ്പെടുത്താം. സഞ്ജു സാംസണിന്റെ കൺസിസ്റ്റൻസിയെ കുറിച്ചും ഈ ഒരു IPL സീസൺ സഞ്ജു സാംസൺ എങ്ങനെ കളിച്ചു എന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വീണ്ടും കാണാം. നന്ദി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.